ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. ഇന്നിതാ ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ മുന്തിരിയൊക്കെ ഇതാ പാകമായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. ചെറിയൊരു പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പഴുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല പാകമാകുമ്പോഴേക്കും നല്ല മധുരം ആയിക്കോളും. അതുപോലെ റംബൂട്ടാൻ ചെറിയ കായ്കളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അപ്പമായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ മാവ് ഞാൻ ഒരുമിച്ച് ആക്കി വെച്ചതാണ്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തിട്ട് ഞാൻ ഉപ്പും ഞാനൊരു അല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ശരിക്കുട്ടിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ചെറിയ മധുരമുള്ള അപ്പം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അപ്പമൊക്കെ റെഡിയാക്കി ഞങ്ങൾ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്ന് രാവിലെ വീട്ടിൽ. അപ്പോൾ അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയപ്പോൾ ചിക ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോയി കേട്ടോ. നല്ല വെയിലും ചൂടുമായിരുന്നു. എന്നാലും ഇടയ്ക്ക് മുന്തിരി കഴിക്കാനൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് പോയി. ആ സമയം കൊണ്ട് ഞാൻ അകത്ത് കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിളൊക്കെ ഇതുപോലെ ഒരു വീക്ക്ലി വൺസൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നന്നായിട്ട് സോപ്പോ ലിക്വിഡോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇടാനുണ്ടായിരുന്നു. അതുമൊക്കെ എടുത്ത് നേരെ മുകളിലേക്ക് പോയി. മുകളിലാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഞാൻ വാഷ് ചെയ്യാനിട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് വന്ന് ബാക്കി ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങി വരുന്ന വഴിക്ക് ചികയോട് ചൂലെടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ആൾ മുകളിലേക്ക് ചൂല് തരുന്നുണ്ട്. അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു സ്റ്റെപ്പിൽ. അപ്പോൾ സ്റ്റെപ്പിലെ പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റെപ്പിൽ ഞാൻ കൈവച്ചിട്ടാണ് തുടയ്ക്കാറ് കേട്ടോ. കാരണം അവിടെ നമ്മുടെ വാക്യൂം ക്ലീനർ അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ ചെറിയ വീതി കുറഞ്ഞ സ്റ്റെപ്പാണ്. അത് കാരണം ഞങ്ങൾക്ക് അവിടെ വാക്യൂം ക്ലീനർ സ്റ്റെപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ അവിടെ കൈ കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മോപ്പ് യൂസ് ചെയ്ത് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മാറ്റ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി. അത് കഴിഞ്ഞ് നല്ല പൊടി ഉണ്ടായിരുന്നു ഡോറൊക്കെ ഒന്ന് തുടച്ച് അത് കഴിഞ്ഞ് തൂക്കുവാണ് കേട്ടോ. ചീക്കുട്ടി ക്രാഫ്റ്റൊക്കെ ചെയ്ത് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളാണ് ആ സെറ്റിയിലും അതുപോലെ താഴെയൊക്കെ ഉള്ളത്. സ്കെച്ചും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തൂത്ത് വരുവാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കർട്ടനെല്ലാം ഒന്ന് തുറന്നിട്ടായിരുന്നേ. അപ്പോൾ ഈ അടിക്കുന്ന പൊടിയൊക്കെ ഒന്ന് പോകുമല്ലോ, ജനലിലും ഒക്കെ പൊടിയുണ്ടായിരുന്നു. ആ പൊടിയെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് തൂത്തെടുക്കുക. കിച്ചണിലെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വേസ്റ്റ് ബിന്നും കൂടി ഞാനൊന്ന് കഴുകി നേരെ സിങ്കിനകത്തേക്ക് വെച്ചു. ഞങ്ങളുടെ സിങ്കിനകത്ത് ഈ വേസ്റ്റ് ബിൻ വയ്ക്കാൻ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാക്യൂം ക്ലീനർ സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ ഇത് ബാക്കി കാര്യം അത് നോക്കിക്കോളും. തൂത്ത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലും പിന്നെയും എൻ്റെ കണ്ണിൽപ്പെടാത്ത പൊടികളെല്ലാം ഇതെടുക്കും കേട്ടോ. അത് സക്ക് ചെയ്തെടുത്തോളൂ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി തുടയ്ക്കാനും കൂടിയുള്ള ഓപ്ഷനും കൂടി ആക്കിയിട്ടാണ് ഞാൻ അതിനെ സ്റ്റാർട്ട് ചെയ്താക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അകത്തുള്ള പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ച് അതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. കാരണം കട്ട് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.